പ്രശാന്തൻ കൊടുത്ത പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഗൗരവമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഉറച്ചു നിൽക്കുമ്പോൾ അതിൽ വസ്തുത എന്താണെന്ന് ജനങ്ങൾക്കറിയണം. എന്നാൽ പൊതുവിൽ ജനങ്ങൾ കരുതുന്നത് ഇദ്ദേഹം ഒരു അഴിമതിക്കാരനല്ല എന്നാണ്. അതൊരു ഭാഗമുണ്ട്. മറ്റത് പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്നുള്ളതിന് അദ്ദേഹത്തിനെ നയിക്കുന്ന ചില തെളിവുകളുമുണ്ട്. അത് അദ്ദേഹം പറയുന്നത് എന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാതാണ്. അതുകൊണ്ട് അത് സമഗ്രമായ അന്വേഷണം നടത്തണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിൽ വസ്തുതയുണ്ട്. നമസ്കാരം. ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന അഥവാ കൊല്ലപ്പെട്ട മുൻ കണ്ണൂർ ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങി. ഇതെൻ്റെ വാക്കുകളല്ല. ADM നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു. പെട്രോൾ പമ്പ് തുടങ്ങുന്നതിൻ്റെ NOC കിട്ടുന്നതിന് വേണ്ടി ADM നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ട്രിക്കൽ സെക്ഷനിൽ ജോലി ചെയ്യുന്ന TV പ്രശാന്തൻ എന്നയാളാണ്. ഞാൻ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തതാണ്, ഞാനിത് കള്ളം പറയുകയല്ല. ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയുവാൻ വേണ്ടി നിങ്ങൾക്ക് എന്നെ നുണപരിശോധന നടത്താം എന്നാണ് ഇപ്പോൾ TV പ്രശാന്തൻ പറയുന്നത്. നുണപരിശോധനയ്ക്ക് വേണ്ടി TV പ്രശാന്തൻ തയ്യാറാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. TV പ്രശാന്തൻ്റെ ഈ വെളിപ്പെടുത്തലിനെ തുടർന്നുകൊണ്ട് തന്നെയാണ് കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറിയായ MP ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. ഈ വിഷയത്തിൽ രണ്ട് പക്ഷമാണുള്ളത്. മുൻ കണ്ണൂർ ADM ആയിരുന്ന ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന നവീൻ ബാബു നല്ല കറകളഞ്ഞ ട്രാക്ക് റെക്കോർഡുള്ള ഒരു മനുഷ്യനാണെന്നും ഒരിക്കലും ജീവിതത്തിൽ അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടില്ല, അഴിമതിക്കാരനല്ല എന്നുള്ള ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട്. എന്നാൽ TV പ്രശാന്തൻ എന്ന് പറയുന്നയാൾ പെട്രോൾ പമ്പിൻ്റെ അനുമതി തേടുന്നതിന് വേണ്ടി NOC തേടുന്നതിന് വേണ്ടി നവീൻ ബാബുവിന് 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു എന്ന് TV പ്രശാന്തനും പറയുമ്പോൾ ഇതും പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നാണ് MP ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞത്. ഇവിടെ ചില വൈരുദ്ധ്യങ്ങൾ തലപൊക്കുന്നുണ്ട്. TV പ്രശാന്തൻ ADM നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നാളിതുവരെയായിട്ടും TV പ്രശാന്തനെ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്യുവാൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരും തയ്യാറായിട്ടില്ല എന്നുള്ളത് TV പ്രശാന്തൻ CPMന് വളരെ വേണ്ടപ്പെട്ടവൻ തന്നെയാണ്. അഥവാ TV പ്രശാന്തൻ പെട്രോൾ പമ്പിൻ്റെ അനുമതി നേടുവാൻ വേണ്ടിയാണ് ADM നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തത് എന്ന് പറയുമ്പോൾ TV പ്രശാന്തൻ്റെ പെട്രോൾ പമ്പ് തുടങ്ങുന്നതിനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതായി വരും. പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ട്രിക്കൽ സെക്ഷനിൽ ജോലി ചെയ്യുന്ന TV പ്രശാന്തൻ്റെ സാമ്പത്തിക വരുമാനം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ TV പ്രശാന്തൻ്റെ മുൻകാല സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുമ്പോൾ 1 കോടി മുതൽ 2 കോടി വരെ മുതൽ മുടക്കി എങ്ങനെയാണ് ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികം TV പ്രശാന്തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് തെളിയിക്കേണ്ടതായി വരും. അല്ല എന്നുണ്ടെങ്കിൽ TV പ്രശാന്തൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് അന്വേഷണം നേരിടേണ്ടതായി വരും. ഈ ഒരു അപകടം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാവാം ഇപ്പോൾ ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചു, താൻ ADM നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് TV പ്രശാന്തൻ പറയുന്നത്. ഇത് കണ്ണൂർ ലോബിയുടെ സമ്മർദ്ദം കൊണ്ട് തന്നെയാവാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ADM നവീൻ ബാബുവിൻ്റെ കേസിനെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നൽകിയിരുന്ന ഹർജി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തള്ളുകയുണ്ടായി. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയുടെ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ തൻ്റെ ഭർത്താവായ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഹർജി നൽകുകയുണ്ടായി. ഈ ഹർജി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയാണെങ്കിൽ CPMൻ്റെ നില പരിഗണിലാവും. കാരണം കണ്ണൂർ ലോബിയുടെ സമഗ്രമായ പല വിവരങ്ങളും, അതായത് കണ്ണൂരിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പല ബിനാമി ഇടപാടുകളെക്കുറിച്ചും കണ്ണൂരിൽ TTK ദേവസ്വത്തിൻ്റേത് ഉൾപ്പെടെയുള്ള ഭൂമി ക്രയവിക്രയങ്ങളെക്കുറിച്ചും കണ്ണൂരിലും വയനാട്ടിലും ഒരേ സമയത്ത് നടന്നിട്ടുള്ള ഏതാണ്ട് 5000 കോടി രൂപയുടെ ഭൂമിയുടെ ഇടപാടുകളുമെല്ലാം കൊല്ലപ്പെട്ട അഥവാ മരണപ്പെട്ട ADM നവീൻ ബാബുവിന് അറിയാമായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേക ഫയൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നതും പറഞ്ഞു കേൾക്കുന്ന അഭ്യൂഹങ്ങളും അതുതന്നെയാണ്. അങ്ങനെയെങ്കിൽ CPMന് ഏറെ സ്വാധീനമുള്ള കണ്ണൂർ മേഖലയിൽ CPM ബിനാമി ഇടപാടുകൾ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നവീൻ ബാബുവിനെ CPMൻ്റെ കണ്ണൂർ ലോബി തീർത്തു കളഞ്ഞത് എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെയാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MP ജയരാജൻ തന്നെ ഇപ്പോൾ
TV പ്രശാന്തനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം സ്മരിക്കേണ്ടതുണ്ട്. ADM നവീൻ ബാബു കൊല്ലപ്പെട്ടിട്ട് തിടുക്കപ്പെട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കി പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് ADM നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ കണ്ണൂർ കളക്ടർ അരുൺ വിജയനെ വിളിച്ചു പറഞ്ഞു. അരുൺ വിജയ് അങ്ങനെ സമ്മതിച്ചു. വീട്ടുകാരുടെ താല്പര്യപ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കണ്ണൂരിന് വെളിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാം എന്ന് സമ്മതിക്കുകയും നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ കണ്ണൂരിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി MV ജയരാജൻ്റെ നേതൃത്വത്തിൽ NV ജയരാജൻ ആ ശവശരീരത്തെ അനുഗമിച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തുകയും അവരുടെ വീട്ടുകാരുമായി സംസാരിക്കുകയും ഇടാപിടിയെന്ന്, അതായത് കഴിയുന്നത്ര വേഗത്തിൽ ആ മൃതദേഹം ദഹിപ്പിച്ചതിന് ശേഷം ഇനി ഒരു തെളിവും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം തന്നെയാണ് MV ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങിയത്. ഇന്നിപ്പോൾ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും മഞ്ജുഷ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമ്പോൾ TV പ്രശാന്തൻ്റെ കൈക്കൂലി കൊടുത്തു എന്നുള്ള പരാതി വീണ്ടും CPM ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ നിയമജ്ഞർ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ കേസ് വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്രയും നാളും ഒളിമറയിൽ നിന്നിരുന്ന TV പ്രശാന്തിനെ രംഗത്തേക്ക് കൊണ്ടുവന്ന് ADM നവീൻ ബാബുവിന് ഞാൻ കൈക്കൂലി കൊടുത്തതാണ്, വേണമെന്നുണ്ടെങ്കിൽ നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാണ് എന്ന് ഇപ്പോൾ TV പ്രശാന്തൻ പറയുന്നതിൻ്റെ പൊരുൾ ഇത് തന്നെയാണ്. ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ കേസ് CBI അന്വേഷണത്തിൻ്റെ ഹർജി നൽകിയിരിക്കുന്ന അവസരത്തിൽ അതിനേതെങ്കിലും തരത്തിൽ വാദം കേൾക്കുന്ന വിധത്തിൽ കേസിൻ്റെ സ്വഭാവം വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി ഏതോ വലിയ നിയമജ്ഞന്മാരുടെ നിയമവൃത്തങ്ങളുടെ ഉപദേശം കേട്ടുകൊണ്ട് തന്നെയാണ് CPM ഇപ്പോൾ ഈ വളഞ്ഞ വഴി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹമരണം അന്വേഷിക്കുന്നതിന് വേണ്ടി കേരള പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ധാരാളമാണ്. അതുകൊണ്ട് ഈ കേസിനി CBI അന്വേഷിക്കേണ്ട എന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തത്. ADM നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മരണത്തിൻ്റെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി CBI വരുന്നത് പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കൾക്ക് തലവേദനയാകും എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് അവർ അത്തരത്തിൽ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയത്. CBI അന്വേഷണം ഏത് വിധേനയും തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പിണറായി വിജയനും MV ഗോവിന്ദനും ഇപ്പോൾ MV ജയരാജനുമെല്ലാം രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയും എന്താണ് ഈ കേസിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹമരണം അന്വേഷിക്കുന്നതിന് വേണ്ടി CBI അന്വേഷണം ഉത്തരവുണ്ടാകുമോ ഇല്ലയോ, TV പ്രശാന്തൻ ADM നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തുവോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കുന്നതിനുള്ള നുണപരിശോധന നടക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. പ്രശാന്തൻ കൊടുത്ത പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഗൗരവമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും പറയുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഉറച്ചു നിൽക്കുമ്പോൾ അതിൽ വസ്തുത എന്താണെന്ന് ജനങ്ങൾക്കറിയണം. എന്നാൽ പൊതുവിൽ ജനങ്ങൾ കരുതുന്നത് ഇദ്ദേഹം ഒരു അഴിമതിക്കാരനല്ല എന്നാണ്. അതൊരു ഭാഗമുണ്ട്. മറ്റത് പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്നുള്ളതിന് അദ്ദേഹത്തിനെ നയിക്കുന്ന ചില തെളിവുകളുമുണ്ട്. അത് അദ്ദേഹം പറയുന്നത് എന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാതാണ്. അതുകൊണ്ട് അത് സമഗ്രമായ അന്വേഷണം നടത്തണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിൽ വസ്തുതയുണ്ട്.